ഈ തല്ലുമാല പറയുന്ന പോലെ അടികൾ പലവിധം എന്ന് പറയുന്ന പോലെ പെപ്പയുടെ നാടൻ ടു പ്രൊഫഷണൽ ഇടി അല്ലേ, റിങ്ങിലേക്കുള്ള ഒരു ഇടി. മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ഥാനം മടിയനാണ്. പുള്ളിക്കൊരു ഭാര്യയുണ്ട്, ഭാര്യയാണ് കുടുംബം നോക്കുന്നത്. ആ മടിയനാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ആ മടിയനെ ഇങ്ങനെ ആക്കി പണിയെടുപ്പിച്ച് ഈ മടിയന് വേണ്ടിയിട്ട് പുള്ളി ചെയ്യേണ്ട പരിപാടികൾ ജിമ്മ്, ഡയറ്റ്, കൂടാതെ ബോക്സിങ്, ഇതെല്ലാം ചെയ്യിപ്പിച്ച് ഷൂട്ടും കഴിഞ്ഞ് പുള്ളി മറ്റേ കട്ടിൽ കണ്ട കിടക്കണ്ട, കിടന്നു കഴിഞ്ഞാൽ തന്നെ ഉറങ്ങുന്ന അവസ്ഥയിലാണ് പുള്ളി നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വിട്ടുകൊണ്ടിരുന്നത്. ആന്റി പെപ്പെ മറ്റേ ബോക്സിംഗ് ഗ്ലൗ എന്ന് പറയുമ്പോൾ തന്നെ പ്രതീക്ഷ, ഒരു ചെറിയ ലുലു എല്ലാം ഉണ്ട്. ഇത് മറ്റേ പറയാൻ ഹൈപ്പ് കൂട്ടുന്ന ലൈനാണല്ലോ. വണ്ടി തള്ളാൻ വേറൊരാളുടെ ആവശ്യം കൊണ്ടല്ല അക്സെപ്റ്റ് ചെയ്തില്ല വേണ്ട വിധ തിയേറ്ററില്. പിന്നെ ഇപ്പം നമുക്ക് പറയാൻ ഓമേരി ലൈലയും പൂവന്റെയും ആണ്. പ്രോപ്പർ റെസ്പോൺസ് കിട്ടാണ്ടാവുമ്പോൾ മനുഷ്യനായതുകൊണ്ട് എന്തായാലും വിഷമാവൂല എന്നൊക്കെ ചിലർ പറയും, പക്ഷെ വിഷമാവും. ഹായ്, ദാവീദിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആന്റണി വർഗീസ് പെപ്പെ, സ്ക്രിപ്റ്റ് റൈറ്റർ ദീപു രാജീവൻ. വെൽക്കം. ഞങ്ങൾ കുറച്ച് നാളായി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ദാവീദ്. അത് ഈ തല്ലുമാല പറയുന്ന പോലെ അടികൾ പലവിധം എന്ന് പറയുന്ന പോലെ പെപ്പയുടെ നാടൻ ടു പ്രൊഫഷണൽ ഇടി അല്ലേ, റിങ്ങിലേക്കുള്ള ഒരു ഇടി. ഗോവിന്ദ് വിഷ്ണു ഡയറക്ടർ, ഡെബ്യൂ ഡയറക്ടറാണ്. അപ്പം ഇവർ ഇങ്ങനെ ഒരു കഥയായിട്ട് വന്നപ്പോൾ പെപ്പെ ഒബ്വിയസ്ലി പലതരം അടിപ്പടങ്ങളും ഇടിപ്പടങ്ങളും പെപ്പനെ തേടി എത്തുന്നുണ്ടോ? ഇതിലെന്താ അട്രാക്ട് ചെയ്തത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഫാമിലി ഇമോഷൻ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ഇമോഷനിൽ നിന്ന് ആണ് ഇങ്ങനെ ഒരു വലിയൊരു ബിഗ് ഇവൻ്റ് ആയിട്ടുള്ള ബോക്സിങ്ങിലേക്ക് പോകുന്നത്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ആ ഫാമിലി പരിപാടി, അതിനൊരു ഒരു ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള, അങ്ങനെയെല്ലാം പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട്, വളരെ ഹമ്പിളായിട്ടുള്ള, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫാമിലി മൊമെൻറ്റ്സും, പിന്നെ നല്ല നമുക്ക് ഭയങ്കര മനസ്സിന് ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഇമോഷൻസൊക്കെ കൂടി കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് ഞാൻ അബു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ആഷിഖ് അബു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യണത്. പുള്ളിയുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ഥാനം മടിയനാണ്. പുള്ളിക്കൊരു ഭാര്യയുണ്ട്, ഭാര്യയാണ് കുടുംബം നോക്കുന്നത്. പിന്നെ ഒരു കാന്താരിയായിട്ടുള്ളൊരു കൊച്ചുണ്ട്. ഇവരിലേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നവും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതൊക്കെയാണ്. ആ മടിയനാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ആ മടിയനെ ഇങ്ങനെ ആക്കി പണിയെടുപ്പിച്ച് നിങ്ങൾക്ക് ഈ ഒരു കഥ ആലോചിക്കുന്നതും അത് പെപ്പയിലേക്ക് എത്തുന്നതൊക്കെ എങ്ങനെയാ? പെപ്പയിലേക്ക് എത്തുന്നത് ഞങ്ങൾ വേറൊരു സ്ക്രിപ്റ്റുമായിട്ടാണ്. ഷിബു ബേബി ജോൺ പുള്ളിയെ കാണുന്നു. അപ്പം പുള്ളിക്ക് ആ കഥ വർക്കായിരുന്നു. ഞങ്ങൾ കൊച്ചോൻ സാറല്ലേ സെഞ്ചുറിയിലേക്ക് ഞങ്ങളെ പുള്ളി സജസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ അവിടെ ഇത് പിച്ച് ചെയ്യുന്നു. അപ്പോൾ അത് കുറച്ച് കാരണങ്ങളുണ്ട് അത് നടക്കാതെ പോയി. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വലിയ സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പുതിയ ആൾക്കാരാണ്, ഞങ്ങളെ വിശ്വസിക്കണം. അപ്പം ഞങ്ങൾക്ക് ഈ കഥ രൂപപ്പെടുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ആൻ്റണി ഉണ്ട്. ആൻ്റണിയിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് അച്ചുവും ഷിവസാറിനും ഭയങ്കര താല്പര്യമായിരുന്നു ആൻ്റണി എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ആൻ്റണിയിലേക്ക് കഥ എത്തുന്നു, ആൻ്റണി ഓക്കെ പറയുന്നു. അവിടെ നിന്നാണ് ആ എസ് മൊത്തത്തിൽ ഞങ്ങളുടെ ഇതിനെ മാറ്റിയായിരുന്നു. പല പടങ്ങൾക്ക് വേണ്ടി പല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എന്തായിരുന്നു ബോഡി ഇത് ഈ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അതെ, ഭയങ്കര ചലഞ്ചായിരുന്നു. കാരണം ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിൽ നിന്ന് ഞാൻ ഒരു 96 ആയിരുന്നു. ഇപ്പോഴും സ്ലിം ആണ്. ഇപ്പോൾ 79 ആണ്. ദാവീദിന്റെ ക്ലൈമാക്സിൽ ഞാൻ 74 ആയി ഫ്രം 96. അപ്പൊ അത്രയും ഒരു പ്രോസസ്സ് അതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ബോക്സിങ് പ്രാക്ടീസും, ജിമ്മ്, വർക്കൗട്ട്, പിന്നെ ഡയറ്റ്, അങ്ങനെ എല്ലാം കൊണ്ടും കടുത്ത ഒരു പരീക്ഷണമായിരുന്നു സിനിമ. ആഷിഖ് അബു എന്ന് പറയുന്ന കഥാപാത്രം മടിയനാണെന്ന് ആണ് ആന്റണി അടുത്ത് പറയുന്നത്. അപ്പൊ ആന്റണി ഭയങ്കര സന്തോഷമാണ്, പണിയെടുക്കണ്ടല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഈ മടിയന് വേണ്ടിയിട്ട് പുള്ളി ചെയ്യേണ്ട പരിപാടികൾ ജിമ്മ്, ഡയറ്റ്, കൂടാതെ ബോക്സിങ്, ഇതെല്ലാം ചെയ്യിപ്പിച്ച് ഷൂട്ടും കഴിഞ്ഞ് പുള്ളി മറ്റേ കട്ടിൽ കണ്ട കിടക്കണ്ട, കിടന്നു കഴിഞ്ഞാൽ തന്നെ ഉറങ്ങുന്ന അവസ്ഥയിലാണ് പുള്ളി നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വിട്ടുകൊണ്ടിരുന്നത്. ഈ മടിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആദ്യം ഫിറ്റ് അല്ലാത്ത രൂപവും പിന്നെ ബ്രേക്ക് എടുത്ത് അങ്ങനെയാണോ ഷൂട്ട് ചെയ്തത്? നമ്മള് കൈൻഡ് ഓഫ് ഒരു ബൗൺസർ ആയിട്ടുള്ള, ഇവന്റെ ജോലി എന്ന് പറഞ്ഞാൽ ബൗൺസർ ആയിട്ട് പോവാ. അതങ്ങനെ എപ്പോഴും പോകലൊന്നുമില്ല. ആ ബൗൺസറിൻ്റെതായ ഒരു ചെറിയൊരു ആ ഒരു സംഭവമൊക്കെ അവന്റെ ക്യാരക്ടറിലുണ്ട്. പക്ഷെ അതൊന്നും പോരാ വലിയൊരു ഇവന്റിലേക്ക് പോകുമ്പോ. അപ്പൊ അതിനു വേണ്ടിയുള്ള
അത്രയും വർക്ക് ചെയ്താലാണ് അതിനകത്ത് അതും ചുരുങ്ങിയ കുറച്ച് ദിവസം കൊണ്ടൊക്കെ ചെയ്യണത്. ജല്ലിക്കെട്ട്, സ്വാതന്ത്ര്യം, അങ്കമാലി, RDX ഇതിലൊക്കെ ചെയ്തതെന്ന് ഇതിൽ എന്താ ഒരു ക്യാരക്ടർ എന്നുള്ള രീതി ആയാലും ഇങ്ങനെ ഒരു ഫൈറ്റ് പടം എന്നുള്ള രീതിയിലായാലും വ്യത്യാസം തോന്നി? ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, ക്യാരക്ടറാണ്. RDX ഒരു ഫാമിലി ഉണ്ട്, ഫാമിലിയാണ്, പക്ഷെ അത് അത്രയും ഡെപ്ത് ഇല്ല. ഇത് കുറച്ചുകൂടി ഭയങ്കര സിമ്പിൾ ക്യാരക്ടറാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെ ഇല്ല. ഭയങ്കര ആർക്ക് വേണമെങ്കിലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത, എന്നാൽ റിയാലിറ്റിയിൽ അത് നടക്കാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അബുവിൻ്റെ ഷെയ്ഡ് ഈ പറഞ്ഞ ബാക്കി ഒരു കഥാപാത്രങ്ങൾക്കും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അബുവിനെ നിങ്ങൾക്ക് വേറെ തന്നെ മാറ്റി നിർത്താം. ആനി ചെയ്തു വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ ഭയങ്കര വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. ആഷിഖ് അബു നമുക്കത് കേൾക്കുമ്പോൾ ചിരി വരുന്നത്. അപ്പൊ ആ പേര് എന്തുകൊണ്ട് ആലോചിച്ചേ? നോർമൽ പേര് എനിക്ക് അറിയാം, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ചോദ്യം വരുന്നില്ലേ, അത് തന്നെയാണ് ആ പേര്. അത് തന്നെ അല്ല, നമുക്ക് ആലോചന വരണല്ലോ. ഇയാൾക്ക് ഫോട്ടോ വെച്ച് പേസ്റ്റ് ആണെന്നോ, അപ്പൊ അവിടെ ഉള്ള ഒരു പേര് എന്നുള്ള രീതിയിൽ. അതെ അതെ, ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ് എല്ലാ കഥാപാത്രങ്ങളും. ഈ അഷിഖബു എന്താണെന്നുള്ളത് പടം കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓ, ആ പേരിനും ഒരു കഥയുണ്ട്. ഓ, ഈ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞില്ലേ, എത്ര ദിവസമായിരുന്നു, എങ്ങനെയായിരുന്നു അതിന്റെ ഡയറ്റ് ഒക്കെ? 6 മാസത്തെ ടോട്ടൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ 6 മാസം വിത്തൗട്ട് ഷൂട്ടിംഗ്. അല്ലല്ല, വിത്തൗട്ട് ഷൂട്ടിംഗ് 2 months, വിത്ത് ഷൂട്ടിംഗ് എല്ലാം കൂടി. പിന്നെ അതിനിടയിൽ ബ്രേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 6 മാസത്തെ പ്രോസസ്സാണ് പക്ക. എല്ലാവരും ആക്ഷൻ പ്രതീക്ഷിക്കുന്ന പെപ്പയെ കൊണ്ട് വീണ്ടും ഒന്ന് ചെയ്യിക്കുമ്പോൾ അത് നിങ്ങൾക്കും പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇവിടെയല്ലേ നിൽക്കുന്നത്? അതെ അതെ അതെ, ആന്റണി പെപ്പെ മറ്റേ ബോക്സിംഗ് ഗ്ലൗ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ പ്രതീക്ഷ. പക്ഷെ നമുക്കൊരു സാധനത്തിൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ കാശ് പടത്തിൽ മുതലാണ്. അത് എനിക്ക് 100% ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളതുണ്ട്. വെറും ഒരു ഇടിപ്പടം എന്നുള്ളതല്ല, നമ്മൾ ഫാമിലി ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു സമ്പൂർണ്ണ ഒരു ലുലുവാണ്, ഒരു ചെറിയ ലുലു, എല്ലാം ഉണ്ട്. ഇത് മറ്റേ പറയാൻ ഹൈപ്പ് കൂട്ടുന്ന ലൈനാണല്ലോ. വണ്ടി തള്ളാൻ വേറൊരാളുടെ ആവശ്യം അല്ല, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ എഴുതിയ വണ്ടി ഞാൻ തന്നെ തള്ളാന്ന്. അതെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ ജനങ്ങൾ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. അവർ ഏറ്റവും പോസിറ്റീവായിട്ടും ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലുള്ള ഒരു സിനിമയാണ്. അത് അവർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതങ്ങനെ സംഭവിക്കട്ടെ പോസിറ്റീവായിട്ട്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നിയത് ഏതാ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ എല്ലാ ക്യാരക്ടേഴ്സും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതും പിന്നെ കൊണ്ടല് ഭയങ്കര പാടായിരുന്നു. അത് കടല് ഉണ്ട് ഭയങ്കര പാടായിരുന്നു. ഈ കൊണ്ടല് അക്സെപ്റ്റ് ചെയ്തില്ല വേണ്ട വിത്ത് തിയേറ്ററിൽ. പിന്നെ ഇപ്പം നമുക്ക് പറയാൻ ഓമേരി ലൈലയും പൂവന്റെയും ആണ്. ഈ ആക്ഷൻ ചെയ്യുമ്പോഴേ ഫിസിക്കലി ഇത്രയും പണിയെടുത്തിട്ട് ചെയ്യുകയാണ്. മറ്റേത് സ്വാഭാവികമായിട്ട് ഏത് പടങ്ങളും പോലെ ഒരു അഭിനയിക്കുക എന്നുള്ള എഫേർട്ടാണ്. അപ്പോൾ ആക്ഷനും കൂടെ എല്ലാവർക്കും ഇഷ്ടം ആക്ഷനാണ്. എന്നിട്ടൊരു ആക്ഷൻ പടം വേണ്ട രീതിയിൽ ആൾക്കാർ സ്വീകരിക്കാത്തപ്പോൾ ഒരു എക്സ്ട്രാ വിഷമം തോന്നും മറ്റേതിനേക്കാൾ. അതിപ്പോൾ നമ്മുടെ എങ്ങനെ ഇപ്പോൾ നമ്മളൊരു നോർമൽ ആക്ഷനും ഇല്ലാത്ത സിനിമ ചെയ്താലും ആക്ഷനുള്ള സിനിമ ചെയ്താലും നമുക്ക് വിഷമം തോന്നും. മീൻസ് വർക്കായില്ലെങ്കിൽ നമുക്ക് വിഷമം തോന്നും. പിന്നെ ആ പടത്തിന് നമ്മൾ എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു 6 മാസം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അതിനൊരു കുറച്ചും കൂടി നമുക്ക് ഒരു ഭയങ്കര സങ്കടം തോന്നും. കയ്യിലിപ്പോൾ ചെറിയൊരു മുറിവ് വരുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമല്ലേ ഉണ്ടാവുള്ളൂ. അത് കുറച്ചും കൂടി വലുതായി കൈയൊടിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വിഷമാവും. അപ്പോൾ അതിൻ്റെ അത്രയും ടൈം ഇത്രയും പരിപാടികളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ മാത്രമല്ല അതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരും. അപ്പോൾ അത് പ്രോപ്പർ റെസ്പോൺസ് കിട്ടാണ്ടാവുമ്പോൾ മനുഷ്യനായതുകൊണ്ട് എന്തായാലും വിഷമാവില്ല എന്നൊക്കെ ചിലർ പറയും, പക്ഷെ വിഷമാവും. പക്ഷെ അധികം നാൾ നമുക്കത് മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ദിവസം എന്തായാലും അതിൻ്റെ ഒരു സങ്കടം കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് അടുത്ത പടം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അടുത്ത പടം എന്തായാലും നമ്മൾ ചെയ്ത് മൂവ് ഓൺ ചെയ്യണം. അതെ അതെ, ആക്ഷൻ സിനിമകൾ പെപ്പെ ചെയ്യൂ ഇങ്ങനെ കമന്റ് ബോക്സ് ചെയ്ത് ഇന്റർവ്യൂ എവിടെയും കാണില്ലേ? അത് കാണുമ്പോൾ എങ്ങനെയാ നമ്മളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു തീരുമാനം എത്തി, ഓക്കെ എനിക്ക് ഇതും ചെയ്യണം അതും ചെയ്യണം എന്നാണോ, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നാണോ? ഇല്ല, രണ്ടും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആക്ഷൻ പടങ്ങൾ മാത്രമല്ല, വേറെ ഇതിനകത്തുള്ള വേറെ കാറ്റഗറിയിലുള്ള സിനിമകളും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. റൊമാൻറ്റിക് മൂവീസ്, കോമഡി മൂവീസ്, ത്രില്ലേഴ്സ്, ആക്ഷൻ ഇല്ലാത്ത ത്രില്ലേഴ്സ്, പിന്നെ ആക്ഷനും ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പരിപാടി, എല്ലാ ടൈപ്പിലുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മറ്റ് പല ഹീറോസിനും ഉള്ളതിനേക്കാൾ ഒരു
എക്സ്ട്രാ എഫേർട്ടോ അല്ലെ എന്തോ ഒരു ബാരിയർ തകർക്കേണ്ടതുണ്ട് എന്ന് തോന്നാറുണ്ടോ മറ്റു ജോണറുകൾ ചെയ്യുമ്പോൾ ആൾക്കാർ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി? അല്ല, മറ്റുള്ള ആൾക്കാരുടെ ഇത് ഞാൻ നോക്കാറില്ല. ഞാൻ അല്ല അങ്ങനെയല്ല, പലപ്പോഴും എളുപ്പമാണ് ഇപ്പൊ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ കാണണം എന്നുള്ളൊരു ഓവർ എക്സ്പെക്ടേഷൻ ഇല്ല, നമ്മളത് ഒരു പ്രോപ്പർ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിലാണ് പിന്നെ മേക്കിങ്ങിലുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കാവുന്നേ ഉള്ളൂ. കാരണം അങ്ങനത്തെ ചെറിയ ചെറിയ ഗ്ലിംസ് ഒക്കെ എന്തായാലും പല പല സ്ഥലങ്ങളിലും കാണിച്ചിട്ട് പോയി. അതെ, പിന്നെ തീർച്ചയായും ഇതില് ഫാമിലി വരുന്നുണ്ട്. ഇപ്പൊ പൂവനിലായാലും റൊമാൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വർക്കൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. വരുന്നുണ്ടോ ഫോർ ദ ബെസ്റ്റ് വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയൂ. കാരണം ഗോവിന്ദ് വിഷ്ണുവും ദീപുവും നമുക്ക് അറിയില്ല. നിങ്ങൾ എങ്ങനെയാ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്? ഞാനാദ്യം തീവണ്ടിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈ. അപ്പം ഞാനും ഗോവിന്ദും സുഹൃത്തുക്കളാണ്. പണ്ടോട്ടേ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് വർക്കുകൾ കാര്യങ്ങൾ, ഞങ്ങൾ ആഡ് പരിപാടികളൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ തീവണ്ടി വെച്ചിട്ടാണ് ഞാൻ രാജേഷിനെ പരിചയപ്പെടുന്നത്. നമ്മുടെ പടത്തിൻ്റെ എഡിറ്റർ രാജേഷ് ചേർമ്മ. ഞങ്ങളന്നേരം തീവണ്ടി സമയത്ത് ഞങ്ങളെല്ലാവരും ഒരു റൂമിലാണ് കിടക്കുന്നത്. ഞാൻ, രാജേഷും, ഗോവിന്ദ്, സൈജു, അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ. ഞങ്ങൾ അവിടെ നിന്നുണ്ടായ ഒരു സൗഹൃദമാണ് നമ്മളുടെ സിനിമാ ചർച്ചകൾ കാര്യങ്ങൾ. പിന്നെ അവിടേക്ക് സാലു വരികയായിരുന്നു. സാലു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലു അതിനു മുമ്പ് ചെയ്തിരിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാതൽ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, എല്ലാ സിനിമയിലും സാലു അടുക്കളയിൽ ക്യാമറ വെക്കുന്നു എന്നുള്ളതാണ് സാലുവിൻ്റെ തന്നെ പരാതി. സാലുവിൻ്റെ ഈ പ്രാവശ്യം റിങ്ങാടാ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സാലു ഇതിലേക്ക് ഇന്നാവുന്നു. സാലു വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പം ആന്റണിയെ പെടുത്തിയ പോലെ തന്നെയായിരുന്നു. സാലുവിന് അടുക്കളയിലാണ് ആദ്യമേ അടുക്കള സിനിമാറ്റോഗ്രാഫർ. സാലുവിനെ ഇടയ്ക്ക് ആരൊക്കെ അങ്ങനെ വിളിക്കുന്നുണ്ടെന്നാ സാലുവിൻ്റെ. അത് മാറ്റാൻ വേണ്ടിയിട്ട് സാലു ഇതുവരെ കാണിച്ചൊന്നുമല്ല, സാലു ഒരു പൊളിയങ്ങ് പൊളിച്ചിട്ടുണ്ട്. അല്ല, അത് 14-ാം തീയതി തിയേറ്ററിൽ കാണാം സാലു എന്താ ചെയ്തു വെച്ചത്. ഞാൻ കൊടുത്തേക്കാം. സാലു തകർത്തിട്ടുണ്ട്. ഓക്കെ. ഈ ചിലതിലൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമാറ്റോഗ്രാഫർ അതിനനുസരിച്ച് നിൽക്കുക, നിങ്ങൾ ഷോട്ടിനനുസരിച്ച് നിൽക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലോ. ബോക്സിങ് അത് കുറച്ചുകൂടെ എളുപ്പമാക്കിയ കൊറിയോഗ്രാഫ്ഡ് എന്നുള്ളതിൽ ഇത് എന്താ ഗുണമെന്ന് വെച്ചാൽ ബോക്സിങ് പഠിച്ച കാരണം എളുപ്പമായി കൊറിയോഗ്രാഫി. അപ്പോൾ നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡായിരുന്നു. അപ്പം അത്ര എഫേർട്ട് ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വേണ്ടി വന്നിട്ടില്ല. കുറച്ചുകൂടി സ്പീഡ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട്, പിന്നെ അതിനകത്ത് പല പല ടൈപ്പിൽ കൊറിയോഗ്രാഫി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പയ്യെ സ്ലോ മോഷനിൽ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ട് ഒരുപാട് സമയം നമ്മൾ കളഞ്ഞിട്ടില്ല. ആദ്യം തന്നെ ഒരു വൈഡ് പോലത്തെ ഒരു ഷോട്ട് എടുക്കുക, അത് നമ്മൾ ഏകദേശം ഒപ്പിച്ച് ചെയ്യും. പിന്നെ അടുത്തതിൻ്റെ ക്ലോസിൽ വരുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. അങ്ങനെ സ്പീഡിൽ തന്നെയായിരുന്നു. ഞാനും ഇതിൻ്റെ മറ്റേ എന്ന് പറഞ്ഞ ഈജിപ്തിൽ നിന്നുള്ള ആക്ടറാണ്. പുള്ളി ആണെങ്കിലും ഭയങ്കര പ്രൊഫഷണലായിട്ട് നല്ല 8 പാക്ക് ബോഡിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ സൗണ്ട് സൂപ്പറാണ്. പിന്നെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ്, ഒന്നും പറയാനില്ല. ടീച്ചറിൽ തന്നെ നിങ്ങൾ വില്ലൻ അത് ഞങ്ങൾക്കറിയില്ല, പക്ഷെ എന്നാലും അങ്ങനെ കാണിച്ചിട്ട് ദാവീദും ഗോലിയാത്തും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ കാണിച്ചിട്ടാണ് പിന്നെ ഹീറോയിലേക്ക് പോലും ഞങ്ങൾ കുറച്ച് സമയമെടുത്ത 2 കാസ്റ്റിങ്ങുകൾ. ഒന്ന് വില്ലൻ്റെ കാസ്റ്റിങ്ങും പിന്നെ ആനിയുടെ മകളായിട്ട് ആര്യ എന്നുള്ളത്. നമ്മൾ അതിനാണ് ഓഡീഷന് കുറേ അധികം ടൈം പരിപാടി എടുക്കുന്നു. പിന്നെ അത് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ജസ് മോൾ വരുന്നു. ജസ് വന്നിട്ട് ജസ് ഒരേ വൈബ് ആള്. ജസ് ഭയങ്കര രസമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനത്തെ ജസ് ഭയങ്കര കൃത്യമായിട്ട് മനസ്സിലാക്കിയും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരൻ അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവള് ഭയങ്കര മിടിക്കുക. അവള് ഡയലോഗൊക്കെ പറയുമ്പോൾ അവള് ഭയങ്കര നന്നായിട്ട് ചെയ്യുന്നുണ്ട് കൂട്ടേട്ടൻ പറഞ്ഞു. കുട്ടേട്ടനും ഉണ്ടല്ലോ ഇതില്. എങ്ങനെയായിരുന്നു വിജയരാഘവൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ? ഒന്ന് വരട്ടി മുമ്പ് പുള്ളി ആള് ഭയങ്കര പാവം, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇന്നിപ്പോ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒരിക്കലും നമ്മുടെ കാര്യത്തിൽ അനാവശ്യമായിട്ടൊന്നും ഇടപെടുന്നില്ല. നമ്മൾ പോയിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഒരു മടിയില്ല. ഭയങ്കര സ്വീറ്റാണ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. സിമ്പിൾ മനുഷ്യനാണ്. നല്ല സ്നേഹമുള്ള, എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയ ഒരു മനുഷ്യൻ. ആദ്യമായിട്ടാണല്ലോ നിങ്ങള്? സൈജുവേട്ടന്റെ കൂടെ എനിക്ക് തന്നെയായിരുന്നു കോമ്പിനേഷൻ. പിന്നെ കുട്ടേട്ടന്റെ കൂടെ പിന്നെ എല്ലാവരും കൂടെ കോമ്പിനേഷൻ. എല്ലാവരും കൂടെ ഫുൾ ആൾക്കാരുടെ കോമ്പിനേഷൻ. ഈ കുഴിവേലി ലോനപ്പൻ എന്ന് പറയുന്ന റൈഫിൾ ക്ലബിലെ അതേപോലൊരു ലുക്കിൽ ഇരിക്കുന്നു ഇതിലെ ആശാൻ. അത് കണ്ടപ്പോ ശരിക്കും
വേറൊരു ആശങ്ക. ആശാൻ വേറൊരു ഗെയിമുള്ള ആളാണ്. എന്ത് ട്രോള് വന്നാലും എന്താ നമ്മുടെ പടത്തിനല്ലേ പ്രൊമോഷൻ. പടത്തിന് പ്രൊമോഷൻ ഉണ്ടായാൽ മതി. സൈജേട്ടനാണ് എനിക്ക് തീവണ്ടിയിലേ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ടോവിനോ സിഗരറ്റ് വലിക്കാൻ ഇറങ്ങുമ്പോൾ ടോവിനോ ഇടിച്ചിട്ട് ഓടുന്ന കള്ളം ഞാൻ. അപ്പം ആ ക്യാരക്ടർ യഥാർത്ഥത്തിൽ സൈജേട്ടനാണ് എനിക്ക് ഡബ് ചെയ്തേക്കുന്നത്. ഇതിലൊരു ഡബിങ്ങിന്റെ ഒരു സീന് നിങ്ങൾ ഷെയർ ചെയ്തതിൽ കണ്ടു. സൈജേട്ടന്റെ സൈജേട്ടൻ വന്ന് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടോ? അതെ. അപ്പോൾ ദാവീദിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു താങ്ക് യു സോ മച്ച്.